ഇനി എവല്യൂഷന്റെ മൂന്നാമത്തെ സെഷനാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അതിനകത്ത് നമ്മൾ എവല്യൂഷൻ എവിഡൻസസ് പഠിച്ചപ്പോൾ പകുതിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സെഷനിൽ. അപ്പോൾ നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് ഇനി ഈ എവല്യൂഷന്റെ എവിഡൻസസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാലിയന്റോളജിക്കൽ എവിഡൻസ് പറഞ്ഞു, അതുപോലെ എംബ്രിയോളജിക്കൽ എവിഡൻസ് പറഞ്ഞു, അതുപോലെ അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ എവിഡൻസ് പറഞ്ഞു. ഇനി ചില പ്രോട്ടീന്റെയും ജീൻസിന്റെയും സിമിലാരിറ്റി വെച്ച് പ്രോട്ടീനും ജീൻസും സെയിം ഫംഗ്ഷൻ ചെയ്യുന്ന പ്രോട്ടീനും ജീൻസും അതും കോമൺ ആൻസിസ്ട്രീനെ കാണിക്കുന്ന ഇപ്പൊ മോളിക്കുലാർ സ്റ്റഡിയൊക്കെ അല്ലെ മോളിക്കുലാർ ലെവലിലുള്ള സ്റ്റഡിയൊക്കെ ഇംപ്രൂവ് ചെയ്ത് വന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമുക്ക് ഈ പ്രോട്ടീനെയും DNA ഒക്കെ കമ്പയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ആ പ്രോട്ടീനെയും DNA കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഏതെങ്കിലും ഒരു കോമൺ ആൻസിസ്റ്റേഴ്സ് ഉണ്ടോ, ഇത്ര പെർസെന്റേജ് DNA സിമിലാരിറ്റി ഉണ്ട്, ഇത്ര പെർസെന്റേജ് പ്രോട്ടീൻ സിമിലാരിറ്റി ഉണ്ട് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ തമ്മിൽ എന്തെങ്കിലും എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ബയോകെമിക്കലിന്റെ സിമിലാരിറ്റീസ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഷെയർഡ് ആൻസിസ്ട്രീനെയാണ് സ്ട്രക്ചറൽ സിമിലാരിറ്റീസ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന പോലെ തന്നെ, അതായത് ഡൈവേഴ്സ് ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറൽ സിമിലാരിറ്റി പോയിന്റ് ഔട്ട് ചെയ്യുന്ന കോമൺ ആൻസിസ്ട്രീനെ പോലെ തന്നെയാണ് ഈ ബയോകെമിക്കൽ എവിഡൻസും കോമൺ ആൻസിസ്ട്രിയിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ ഹ്യൂമൻ ബീങ്സ് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ ബ്രീഡ് ചെയ്യിപ്പിച്ച് അഗ്രികൾച്ചറിലും ഹോർട്ടിക്കൾച്ചറിലും സ്പോർട്ടിന് വേണ്ടിയിട്ടും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും പ്ലാന്റ്സിനെയും ആനിമൽസിനെയൊക്കെ ബ്രീഡ് ചെയ്യിപ്പിച്ച് പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഒരു എക്സാമ്പിളാണ് ഈ ഡൊമസ്റ്റിക്കേറ്റഡ് വൈൽഡ് ആനിമൽസ് ആൻഡ് ക്രോപ്സ്. അതായത് വൈൽഡ് ആനിമൽസിനെയും ക്രോപ്സിനെയും ഒക്കെ നമ്മൾ കുറച്ചും കൂടെ ബ്രീഡ് ചെയ്യിപ്പിച്ച് നല്ല വെറൈറ്റി ഉണ്ടാക്കുക. ആ നല്ല വെറൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് സമയം കൊണ്ടാണ് അല്ലേ. അത് എന്താ പറയാ, ഇപ്പൊ ഡോഗിന്റെ ഒക്കെ കേസിലാണെങ്കിൽ സെയിം ഗ്രൂപ്പ് ഡോഗ് തന്നെയായിരിക്കും, പക്ഷെ അതിനകത്ത് ഒരുപാട് വേരിയേഷൻസ്, അത് ബ്രീഡിങ് ചെയ്ത് ഒരു പർട്ടിക്കുലർ നല്ല ഗ്രൂപ്പ് നല്ല വെറൈറ്റി ഡോഗിനെയൊക്കെ ഡെവലപ്പ് ചെയ്യിച്ചെടുക്കുക. അതൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല അല്ലേ. അപ്പോൾ 100 ഇയേഴ്സിന്റെ ഉള്ളിലൊക്കെ ഈ പറയുന്ന ഹ്യൂമൻ ബീങ്സിന് ഇതിങ്ങനെ ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ നേച്ചറിന് എന്തുകൊണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സിൽ ഇത് ചെയ്യാൻ കഴിയില്ല? അപ്പൊ നേച്ചർ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കുമ്പോൾ പതുക്കെ ഈ പറയുന്ന എവല്യൂഷൻ നടന്ന് എല്ലാ ഡയറക്ഷനിലും എവല്യൂഷൻ നടക്കുകയും അതേപോലെ നാച്ചുറൽ സെലക്ഷൻ ഒക്കെ നടക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താവും, ഈ പറയുന്ന ഓർഗാനിസംസ് പല പുതിയ ഫോമിലേക്ക് മാറാൻ, പുതിയ ഫോമിലേക്ക് പരിണാമം സംഭവിക്കാൻ ഉള്ള ചാൻസസ് ഉണ്ട്. അതാണ് ഇന്ന് കാണുന്ന ഈ ബയോഡൈവേഴ്സിറ്റിക്ക് കാരണമായത് കേട്ടോ. ഇനി okay, we will read this much. In the same line of argument, similarities in protein and genes performing a given function among diverse organisms give clues to common ancestry. These biochemical similarities point to the same shared ancestry as structural similarities among diverse organisms. Man has bred selected plants and animals for agriculture, horticulture, sport or security. Man has domesticated many wild animals and crops. This intensive breeding program has created breeds that differ from other breeds, example dogs, but still are of same group. It is argued that if within hundreds of years man could create new breeds, could not nature have done the same over millions of years? തീർച്ചയായിട്ടും അല്ലേ, നടന്നിട്ടുണ്ടാവും. അതാണല്ലോ ഇന്നത്തെ ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവാനുള്ള കാരണം. ഇനി അനദർ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ, എവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന അനദർ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ സെലക്ഷൻ ആണ്. നാച്ചുറൽ സെലക്ഷൻ അത് ഇംഗ്ലണ്ടിലെ ഒബ്സർവ് ചെയ്ത ഒരു സ്റ്റഡിയാണ് കേട്ടോ. ഒരു ഇംഗ്ലണ്ടിലെ 1850s എ കളക്ഷൻ ഓഫ് മോത്ത്, ഒരുതരം ബട്ടർഫ്ലൈ ആണ് മോത്ത് എന്ന് പറയുന്നത്. അത് ഇൻഡസ്ട്രിയലൈസേഷൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്ന എന്താണെന്ന് വെച്ചാൽ വൈറ്റ് വിങ് ഉള്ള മോത്ത് വളരെ കൂടുതലുണ്ടായിരുന്നു ഒരു ട്രീയിൽ. ഡാർക്ക് വിങ്ഡ് മോത്ത് അല്ലെങ്കിൽ മെലനൈസ്ഡ് മോത്ത് വളരെ കുറച്ച് നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1920 ആ സെയിം ഏരിയയിൽ നമ്മൾ പോയി നോക്കിയാൽ 1920 അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വന്നതിന് ശേഷം, ഇൻഡസ്ട്രി ഒക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഡാർക്ക് വിങ്ഡ് മോത്തായിരുന്നു കൂടുതൽ കണ്ടത് വൈറ്റ് വിങ്ഡ് മോത്തിനേക്കാൾ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രി എന്നുള്ള പൊല്യൂഷൻ ആയിട്ടുള്ള സൾഫർ ഡൈ ഓക്സൈഡ് ഒക്കെ വന്നതോടുകൂടി ആ ഭാഗത്തുള്ള ട്രീയുടെ ട്രങ്കിലൊക്കെ ലൈക്കൻ ഉണ്ടായിരുന്നൊക്കെ ഡിസപ്പിയർ ആയി പോയി. അതായത് ട്രീ ട്രങ്കിലെ ഈ ലൈക്കൻ ഇരിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ലൈക്കൻ ഒരു ലൈറ്റ് കളറാണ്. ലൈക്കൻ എന്ന് പറയുന്നത് എന്താ, ആൽഗയുടെയും ഫംഗസിന്റെ ഒരു അസോസിയേഷൻ ആണ് ലൈക്കൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈക്കൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ ട്രീ ട്രങ്കിന് ഒരുമാതിരി ലൈറ്റ് ഷെയ്ഡാ. അപ്പൊ ഈ ലൈറ്റ് ഷെയ്ഡുള്ള ട്രീ ട്രങ്കിൽ ഈ വൈറ്റ് മോത്ത് വന്നിരുന്ന വൈറ്റ് മോത്തിന് പ്രെഡേറ്റേഴ്സിന് എളുപ്പം കാണാൻ കഴിയില്ല. അതിന് പകരം ഡാർക്ക് മോത്തിന് അതിന് ഈസി ആയിട്ട് കാണാൻ കഴിയും. കാരണം ഈ ലൈറ്റ് ഷെയ്ഡിൽ ഈ ഡാർക്ക് മോത്ത് കോൺട്രാസ്റ്റിംഗ് ആണ്,
പെട്ടെന്ന് ഈ കിളികളൊക്കെ വന്ന് നോക്കുമ്പോൾ ഈ തരത്തിലുള്ള ബട്ടർഫ്ലൈ, ഈ തരത്തിലുള്ള മോത്തിനെ പെട്ടെന്ന് വിസിബിൾ ആവും. അപ്പം ഇതിനെ കൊത്തി തിന്നും. ഇതിനെ കാണുന്നതിനെ പിടിച്ച് തിന്നാൽ എന്ത് പറ്റും? ഈ ഡാർക്ക് കളർ മോത്തിന്റെ പോപ്പുലേഷൻ കുറയും, വൈറ്റ് കളർ കൂടി വരും. കാരണം എന്താ? വൈറ്റ് കളറ് ഒരു തരത്തിലെ കാമോഫ്ലേഗ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറിനെ കൊണ്ട് അത് പ്രെഡേറ്റേഴ്സിൽ നിന്ന് എസ്കേപ്പ് ആയി പോകുന്ന. അപ്പോൾ ആ വൈറ്റ് കളർ മോത്ത് അവിടെ സർവൈവ് ചെയ്യും. അതേസമയം 1920-കളിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തപ്പോൾ ലൈക്കൻ പതുക്കെ ഡിസപ്പിയർ ചെയ്ത് തുടങ്ങി. കാരണം നമുക്കറിയാം സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈക്കൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ലൈക്കൻ ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രീ ട്രങ്ക് എല്ലാം എന്തായിപ്പോയി? ബ്രൗണിഷ് കളറായിപ്പോയി. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗണിഷ് കളറായപ്പോൾ അവിടെയുള്ള ആ ഡാർക്ക് കളർ മോത്ത് ഉണ്ടല്ലോ, അത് ഈ ട്രീ ട്രങ്കിൽ വന്നിരുന്ന പ്രെഡേറ്റേഴ്സിന് കാണാൻ കിട്ടില്ല. പക്ഷെ വൈറ്റ് മോത്ത് അപ്പം ഒരു കോൺട്രാസ്റ്റിംഗ് കളറിൽ വന്നിരിക്കുന്ന പോലെ, അതായത് ഡാർക്ക് കളറിലുള്ള ട്രീ ട്രങ്കിൽ വൈറ്റ് മോത്ത് വന്നിരുന്ന ഈസി ആയിട്ട് പ്രെഡേറ്റേഴ്സിന് കാണാൻ കഴിഞ്ഞു. അപ്പോൾ എന്താ? ഈ പ്രെഡേറ്റേഴ്സ് വന്ന് വൈറ്റ് മോത്തിനെ മുഴുവൻ കൊത്തി തിന്നാൻ തുടങ്ങി. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആരെ ശരിക്കും പറഞ്ഞാൽ ആ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് നേച്ചർ സെലക്ട് ചെയ്തത് ആരെയാണ്? ഡാർക്ക് കളറുള്ള മോത്തിനെയും നേച്ചർ റിജക്ട് ചെയ്ത് വൈറ്റ് കളറുള്ള മോത്തിനെയാണ്. ഇങ്ങനെ നേച്ചർ ഒരു ഗ്രൂപ്പ് ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്തു എന്നിരുത്തി മറ്റേ ഗ്രൂപ്പ് ഓർഗാനിസം എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നില്ല, അവരുടെ നമ്പർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വൈറ്റ് കളർ മോത്തിന്റെ പോപ്പുലേഷൻ കുറയുന്നതും ഡാർക്ക് കളർ മോത്തിന്റെ പോപ്പുലേഷൻ കൂടുന്നതുമായിട്ട് കാണാം. ഈ ഒരു ഫിനോമിനോണിനെയാണ് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. നേച്ചർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ ബ്രൗൺ കളർ കൂടുതൽ ഡെവലപ്പായി വന്നത്. അപ്പോൾ ആ ബ്രൗൺ കളർ മോത്ത് ഡെവലപ്പായി ആ ഒരു ക്യാരക്ടർ അവിടെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന നാച്ചുറൽ സെലക്ഷനാണ്. അപ്പം നാച്ചുറൽ സെലക്ഷനും എന്തിന് കാരണമാണ്? ഒരു എവല്യൂഷന് കാരണമാണ് കേട്ടോ. നാച്ചുറൽ സെലക്ഷൻ ഈസ് ഓൾസോ എ റീസൺ ഓഫ് എവല്യൂഷൻ. അപ്പോൾ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. അനദർ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ സപ്പോർട്ടിംഗ് എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ കം ഫ്രം ഇംഗ്ലണ്ട്. ഇൻ എ കളക്ഷൻ ഓഫ് മോത്ത് മെയ്ഡ് ഇൻ 1850s, that is before industrialization set in, it was observed that there were more white-winged moth on trees than dark-winged or melanized moth. However, in the collection carried out from the same area, but after industrialization, that is in 1920, there were more dark-winged moth in the same area. That is, the proportion was reversed. അതായത് ഡാർക്കിന്റെ പ്രൊപ്പോർഷൻ കൂടി ലൈറ്റിനെ വെച്ച്. Then, the explanation put forth for this observation was that predators will spot a moth against a contrasting background. During post-industrialization period, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞുള്ള പീരീഡിൽ tree trunk became dark due to industrial smoke and soot. Under this condition, the white-winged moth did not survive due to predators. Dark-winged or melanized moth survived. Before industrialization set in, thick growth of almost white-colored lichen covered the tree. ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് ആ ട്രീനെ കവർ ചെയ്തിട്ട് കുറേ ലൈക്കൻ ഉണ്ടായിരുന്നു. ഇൻ ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് ദ വൈറ്റ് വിങ്ഡ് മോത്ത് സർവൈവ്, ബട്ട് ദ ഡാർക്ക് കളർഡ് മോത്ത് വെയർ പിക്ഡ് ഔട്ട് ബൈ പ്രെഡേറ്റേഴ്സ്. ഡു യു നോ ദാറ്റ് ലൈക്കൻ ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ? നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ് ലൈക്കൻ എന്ന് പറയുന്നത്. പൊല്യൂഷൻ ഉണ്ടായാൽ അത് അവിടെ വളരില്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ വന്നപ്പോൾ അത് ചത്തുപോയി, അത്രയേ ഉള്ളൂ. ദേ വിൽ നോട്ട് ഗ്രോ ഇൻ ഏരിയ ദാറ്റ് ആർ പൊല്യൂട്ടഡ്. ഹെൻസ് മോത്ത് that were able to camouflage themselves, that is hide in the background, survived. അപ്പോൾ രണ്ടാമത് സർവൈവ് ചെയ്യാൻ പറ്റിയത്, കാമോഫ്ലേഗ് ചെയ്യാൻ പറ്റിയത് ആർക്കാണ്? ഡാർക്ക് കളർ മോത്തിനാണ്. ദിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഈസ് സപ്പോർട്ടഡ് ബൈ ദ ഫാക്ട് ദാറ്റ് in area where industrialization did not occur, example in rural area, the count of melanic moth was low. ഇത് നമുക്ക് പിന്നീട് അത് ഒന്നും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കാത്ത റൂറൽ ഏരിയാസിൽ നമുക്ക് ഈ വൈറ്റ് മോത്തിന്റെ പോപ്പുലേഷൻ കൂടുതലും കാണാം. ദിസ് ഷോഡ് ദാറ്റ് ഇൻ എ മിക്സഡ് പോപ്പുലേഷൻ ദോസ് ദാറ്റ് ക്യാൻ ബെറ്റർ അഡാപ്റ്റ് സർവൈവ് ആൻഡ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ സൈസ്. റിമെമ്പർ ദാറ്റ് നോ വേരിയന്റ് ഈസ് കംപ്ലീറ്റ്ലി വൈപ്ഡ് ഔട്ട്. എന്നെഴുതി മറ്റേ വേരിയന്റ് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ആയി പോകണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതിനാണോ കൂടുതൽ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് അതിനെ നേച്ചർ സെലക്ട് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പം നാച്ചുറൽ സെലക്ഷനും ഒരു എവല്യൂഷന് കാരണമാവും. ദെൻ എവല്യൂഷന് കാരണമാവും എന്ന് പറയാനുള്ള കാരണം എന്താ? അവിടെ ആ ബ്രൗൺ കളേർഡ് മോത്ത് അതിൻ്റെ ക്യാരക്ടർ അക്യുമുലേറ്റ് ചെയ്യും, ആ ഒരു വേരിയേഷൻ അക്യുമുലേറ്റ് ചെയ്യും, അത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു എവല്യൂഷൻ, ഒരു പർട്ടിക്കുലർ ലൈനിൽ എവല്യൂഷൻ നടക്കും എന്ന് പറയാനുള്ള കാരണം. സിമിലർലി എക്സസ് യൂസ് ഓഫ് ഹെർബിസൈഡ്, ഇനി ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ടും എവല്യൂഷൻ
എവല്യൂഷൻ പെട്ടെന്ന് നടക്കാം കേട്ടോ. ഹെർബിസൈഡ്സ് കൂടുതൽ യൂസ് ചെയ്യുക, പെസ്റ്റിസൈഡ്സ് കൂടുതൽ യൂസ് ചെയ്യുക, അതൊക്കെ റെസിസ്റ്റന്റ് വെറൈറ്റീസിനെ സെലക്ട് ചെയ്യാൻ കാരണമാവും. അപ്പോൾ നമ്മൾ ഹെർബിസൈഡ്സിനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പുല്ലിനെയൊക്കെ കൊന്നളയാൻ വേണ്ടിയിട്ടാണ്, അതായത് ഇപ്പോൾ വിളകളുടെ ഇടയ്ക്ക് വളരുന്ന പ്ലാന്റ്സിനെ കൊന്നളയാൻ വേണ്ടിയിട്ട്. അതുപോലെ പെസ്റ്റിസൈഡ്സ് പെസ്റ്റിനെ കൊന്നളയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ഗ്രൂപ്പിലും എന്തുണ്ടാവും, റെസിസ്റ്റന്റ് വെറൈറ്റി ഉണ്ടാവും, അവർ സർവൈവ് ചെയ്യും കേട്ടോ. അതുപോലെ ദിസ് ഈസ് ഓൾസോ ട്രൂ ഫോർ മൈക്രോബ്സ് അഗെയിൻസ്റ്റ് വിച്ച് വി എംപ്ലോയ് ആന്റിബയോട്ടിക്സ് ഓർ ഡ്രഗ്സ് അഗെയിൻസ്റ്റ് യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ഓർ സെൽ. അതായത് നമ്മൾ ഈ ആന്റിബയോട്ടിക്സ് ബാക്ടീരിയക്കൊക്കെ എതിരെ ആന്റിബയോട്ടിക്സ് എടുക്കുന്നില്ല, അതും ഇതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ അവിടെയും ആ ഓർഗാനിസം റെസിസ്റ്റന്റ് വെറൈറ്റി ഓർഗാനിസം ഡെവലപ്പ് ചെയ്യല്ല, സർവൈവ് ചെയ്യും. അതിൽ നിന്ന് പുതിയ ഓർഗാനിസം ഉണ്ടാകുന്ന എല്ലാം റെസിസ്റ്റന്റ് വെറൈറ്റി ആവുകയും ചെയ്യുമ്പോൾ നോക്കിക്കേ, ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ വന്ന ആ വേരിയേഷൻ കണ്ടോ, വളരെ പെട്ടെന്ന് ആ വേരിയേഷൻ വരെ. ആ വേരിയേഷൻ ഇങ്ങനെ വന്നതാണ്, കുറച്ച് വേരിയേഷൻ ഉണ്ടായിരുന്ന ഓർഗാനിസത്തിന് നേച്ചർ അങ്ങ് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ എൻവറോൺമെന്റ് സെലക്ട് ചെയ്തു. ആ സെലക്ഷനെ കൊണ്ട് പിന്നീട് ഉണ്ടായ എല്ലാ ഓർഗാനിസംസും ഈ പർട്ടിക്കുലർ അല്ലെങ്കിൽ ഈ പെക്യൂലിയർ അഡ്വാൻസ്മെന്റ് എല്ലാ ഓർഗാനിസത്തിലും കാണാൻ കഴിയുകയും അതൊരു വലിയ വേരിയേഷനിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഹെൻസ് റെസിസ്റ്റന്റ് ഓർഗാനിസംസ് ഓർ സെൽസ് ആർ അപ്പിയറിംഗ് ഇൻ എ ടൈം സ്കെയിൽ ഓഫ് മന്ത്സ് ഓർ ഇയേഴ്സ് ആൻഡ് നോട്ട് സെഞ്ചുറീസ്. ഈ റെസിസ്റ്റന്റ് ഓർഗാനിസംസ് അല്ലെങ്കിൽ സെൽസ് ഒരു പർട്ടിക്കുലർ ടൈം സ്കെയിലിൽ കാണുന്ന ആ ഓർഗാനിസംസ് മന്ത്സ് ഓർ ഇയേഴ്സ് ഒക്കെ നമുക്ക് ഇതിങ്ങനെ റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ദീസ് ആർ എക്സാമ്പിൾ ഓഫ് എവല്യൂഷൻ ബൈ ആന്ത്രോപോജനിക് ആക്ഷൻ. ദിസ് ഓൾസോ ടെൽസ് us that evolution is not a direct process in the sense of determinism. ഇതൊരു ഡയറക്റ്റ് പ്രോസസ് അല്ല എന്നാണ് ഇതിൽ നിന്ന് എല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടാണ്, നമുക്ക് പറയാൻ പറ്റില്ല ഏത് തരത്തിലാണ് ഈ എവല്യൂഷൻ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇറ്റ് ഈസ് എ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്, അപ്രതീക്ഷിതമായിട്ട് നടക്കുന്നതാണ്. സ്റ്റോക്കാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്നതാണ്. ആ ചാൻസ് ഈവൻസ് വെച്ച്, അതായത് നേച്ചറിൽ ഒരു ചാൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ചാൻസ് മ്യൂട്ടേഷൻ നടക്കുന്ന സമയത്താണ് ഈ എവല്യൂഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എവിഡൻസസ് ഓഫ് റീസൺ ഓഫ് എവല്യൂഷൻ, പല എവല്യൂഷൻ നടക്കാനുള്ള പല കാരണങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഇതാണ്. അതുപോലെ ഈ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് കേട്ടോ. അഡാപ്റ്റീവ് റേഡിയേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. അതേപോലെ ഇതെല്ലാം എവല്യൂഷൻ്റെ എവിഡൻസസ് ആണ്. അതേപോലെ എന്താ പറയുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാനത് അതിൽ പരിങ്ങി എന്താണെന്ന് വെച്ചാൽ ഈ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ പോർഷനിൽ നിന്ന്. ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.